കാഴ്ചപ്പാടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യയുടെ ചരിത്രത്തിലെ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ പ്രവേശിക്കുന്നത്. ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അടുത്ത 5 വർഷക്കാലം നമ്മെ ആര് ഭരിക്കണം എന്നുള്ള തീരുമാനം അറിയാൻ കഴിയും. ഇന്ത്യയുടെ ചരിത്രത്തിൽ രണ്ടാമത്തെ ഏറ്റവും ദൈർഘ്യമേറിയ വോട്ടെടുപ്പ് പ്രക്രിയയാണ് ഇപ്പോൾ അവസാനിക്കുന്നത്. 1 മാസത്തിലേറെ നീണ്ട 7 ഘട്ടങ്ങളോളം ദൈർഘ്യത്തിൽ പൂർത്തിയാകുന്ന വോട്ടെടുപ്പ്. ആകാംക്ഷയും ഉത്കണ്ഠയും നാടാകെ വ്യാപിച്ചിരിക്കുന്നു. വോട്ടെടുപ്പ് ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് BJPയുടെ നേതൃത്വത്തിലുള്ള NDA വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറും എന്നായിരുന്നു പൊതുവേ ഒരു ധാരണ. പക്ഷേ വോട്ടെടുപ്പ് ഓരോ ഘട്ടം പിന്നിട്ടപ്പോഴും അതിന് വലിയ മാറ്റം വന്നു. ഏറ്റവും പ്രധാനം പോളിംഗിൽ വന്ന അഭൂതപൂർവമായ ഇടിവാണ്. എന്തുകൊണ്ടാണ് ഈ ഇടിവുണ്ടായിരിക്കുന്നത് എന്ന് സംബന്ധിച്ച് വിദഗ്ധരും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ വലിയ തർക്കങ്ങളും മറ്റും നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനമായ ഒരു സൂചന, ഒരു തരംഗവും ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ് പൂർത്തിയാകാൻ പോകുന്നത് എന്നുള്ളതാണ്. 2019 നിന്ന് വ്യത്യസ്തമാകുന്നത് അങ്ങനെയാണ്. 2019 40ഓളം CRP ജവാന്മാർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. ദേശഭക്തിയും മറ്റും ഏറ്റവും അതിൻ്റെ അത്യുന്നത തലത്തിലെത്തി നിന്ന ആ തെരഞ്ഞെടുപ്പ് BJPക്ക് വലിയ വിജയം പ്രദാനം ചെയ്തു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു വലിയ തരംഗമൊന്നും ഉണ്ടായിട്ടില്ല. തുടക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി 400-ലേറെ സീറ്റുകൾ നേടും എന്ന് അവകാശവാദം ഉന്നയിച്ചിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അതത്ര ശക്തിയായി ആവർത്തിക്കുന്നില്ല. മാത്രമല്ല, ഒരുപക്ഷേ കേവല ഭൂരിപക്ഷം പോലും അത്ര എളുപ്പമല്ലാത്തൊരവസ്ഥയിലേക്ക് BJPക്ക് NDAക്ക് കാര്യങ്ങൾ പോയി എന്ന് നിരീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്കും 100-ലേറെ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിലും കടന്ന സീറ്റുകൾ ലഭിക്കും എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. പ്രധാനമായും ഇപ്പോൾ ഇത് സംബന്ധിച്ച പ്രവചനങ്ങളെക്കുറിച്ചാണ് ചർച്ച. ജൂൺ 4-ന് ഫലം വരുമെങ്കിലും ഇതിനകം 2 പ്രധാനപ്പെട്ട പ്രവചനങ്ങളാണ് ഏറ്റവും ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഒന്ന്, പ്രശാന്ത് കിഷോർ എന്ന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ വിശാരദനായ ബീഹാർ സ്വദേശിയുടെ പ്രവചനമാണ്. അദ്ദേഹം ഏതാണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ BJPയും NDAയും അധികാരത്തിൽ വരും. അതായത് കഴിഞ്ഞ തവണ ലഭിച്ച 303 സീറ്റുകളുമായി BJPയും 350-ലേറെ സീറ്റുമായി NDAയും അധികാരത്തിൽ വരും എന്നാണ്. പക്ഷെ അതേസമയം അദ്ദേഹം പറയുന്നത് ഇത്തവണ മോദിക്ക് അനുകൂലമായി ഒരു വലിയ തരംഗമൊന്നുമില്ല, പക്ഷേ മോദിക്കെതിരായും വലിയ തരംഗമില്ല. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഏറെക്കുറെ ആവർത്തിക്കും എന്ന് പ്രശാന്ത് കിഷോർ പറയുന്നു. പ്രശാന്ത് കിഷോർ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞന് പുറമേ അദ്ദേഹം ചില രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള ആളാണ്. സ്വകാര്യ മേഖലയിലുള്ള തൻ്റെ ജോലി ഉപേക്ഷിച്ച് 2011 അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അല്ലെങ്കിൽ രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറങ്ങിയത്. ആദ്യം BJPയുടെ പ്രധാനപ്പെട്ട തന്ത്രജ്ഞനായിട്ടാണ് അദ്ദേഹം രംഗപ്രവേശം ചെയ്യുന്നത്. ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് മൂന്നാമത് മുഖ്യമന്ത്രി പദം കൈവശമാക്കിയ ആ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ വളരെ ഗംഭീരമായ പ്രയോജനം ചെയ്തു എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അതിനുശേഷം പ്രശാന്ത് കിഷോർ പല രാഷ്ട്രീയ കക്ഷികളുമായി ബന്ധം സ്ഥാപിച്ചു. BJPയുമായിട്ടുള്ള ഔപചാരിക ബന്ധം അദ്ദേഹം ഉപേക്ഷിച്ചെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഏറെക്കുറെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും എല്ലാ മുഖ്യമന്ത്രിമാരുടെയും വിവിധ കക്ഷികളുടെ മുഖ്യമന്ത്രിമാർക്കും തന്ത്രങ്ങൾ ഉപദേശിക്കാൻ അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. തമിഴ്നാട്ടിലെ MK സ്റ്റാലിൻ, ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബിൽ അമരീന്ദർ സിംഗ്, UPയിലെ അഖിലേഷ് യാദവ്, ബീഹാറിൽ ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമായ ബീഹാറിലെ നിതീഷ് കുമാർ, മമതാ ബാനർജി, ഇങ്ങനെ ഇന്ത്യയിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സഹായം തേടാത്ത മുഖ്യമന്ത്രിമാർ ഇല്ല. ഇന്ന് അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് പ്രവചനങ്ങൾ നടത്തുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ BJP പക്ഷപാതം അതിശക്തമാണെന്ന് കരുതുന്നവരുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം BJPക്ക് വീണ്ടും ഒരു വിജയം പ്രവചിക്കുന്നത് എന്നൊക്കെ കരുതുന്നവരുണ്ട്. ആയിരിക്കാം.
പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം BJPക്ക് 2019 കിട്ടിയ ഒരു വലിയ ജനപ്രിയതയില്ല, നരേന്ദ്രമോദിക്ക് തീരെയില്ല. പക്ഷേ അത് മുതലാക്കാനുള്ള, നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ BJPക്കെതിരായിട്ടുള്ള വികാരം മുതലെടുക്കാനുള്ള കഴിവോ പ്രാപ്തിയോ പ്രതിപക്ഷത്തിനില്ലാത്തത് കൊണ്ടാണ് അവർ വീണ്ടും അധികാരത്തിൽ വരുന്നത് എന്നാണ് പ്രശാന്ത് കിഷോറിൻ്റെ വാദം. ഇതിന് മറിച്ച് മറ്റൊരു വാദം പ്രമുഖ തെരഞ്ഞെടുപ്പ് പ്രവചനത്തിൽ വളരെ വിദഗ്ധനും ഒരു പ്രധാനപ്പെട്ട സർവകലാശാല അധ്യാപകനും ചിന്തകനും ഒക്കെയായ യോഗേന്ദ്ര യാദവിൻ്റെയാണ്. ഡൽഹിയിലെ CSDS എന്ന ഗവേഷണ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം. അദ്ദേഹത്തിനും രാഷ്ട്രീയം ഉണ്ട്. അദ്ദേഹം അക്കാഡമിക് ലോകത്ത് നിന്ന് മാറി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആദ്യം ആം ആദ്മി പാർട്ടിയുടെ ഒപ്പമായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷേ പിന്നീട് അരവിന്ദ് കെജ്രിവാളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അദ്ദേഹം ആം ആദ്മി പാർട്ടി വിട്ടു. അദ്ദേഹം ഇന്നൊരു പുതിയ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയാഭിമുഖ്യം BJPക്കെതിരാണ്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്കൊപ്പമായിരുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത് തനിക്ക് രാഷ്ട്രീയമുണ്ടെങ്കിലും തൻ്റെ തെരഞ്ഞെടുപ്പ് കണക്കുകൂട്ടലുകൾ ഒരു രാഷ്ട്രീയ സ്വാധീനവും ഇല്ലാത്തതാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അദ്ദേഹം വളരെ ആദരണീയനായിട്ടുള്ള ഒരു പണ്ഡിതനുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവചനപ്രകാരം BJPയുടെ സീറ്റുകൾ ഇത്തവണ കേവല ഭൂരിപക്ഷമായ 272 താഴെ പോയാലും അത്ഭുതമില്ലെന്നാണ്. 260, 270 അല്ലെങ്കിൽ അതിലും താഴെ പോകാം. കോൺഗ്രസ്സിനാകട്ടെ ചിലപ്പോൾ ഒരുപക്ഷെ 100, 150, 200 വരെയൊക്കെ സീറ്റ് ലഭിക്കാം എന്നൊക്കെ അദ്ദേഹം കൃത്യമായ കണക്കുകൂട്ടലുകളിലൂടെ പ്രവചിക്കുന്നുണ്ട്. അതായത് BJPക്ക് അധികാരത്തിൽ വരാൻ ആയേക്കും, പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം. ഇവർ രണ്ടുപേരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തെക്കേ ഇന്ത്യയിൽ BJPക്ക് ഒരു പക്ഷേ കഴിഞ്ഞ തവണത്തെക്കാട്ടിലും സീറ്റ് ലഭിക്കുമെന്നാണ്. പ്രശാന്ത് കിഷോർ പറയുന്നത് കർണാടകത്തിലെ കാര്യമല്ല, കേരളം മുതൽ തെക്കേ ഇന്ത്യയിൽ കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നീ ഇടങ്ങളിൽ BJPക്കോ NDAക്കോ സീറ്റ് ലഭിച്ചേക്കാം, 1, 2. പക്ഷേ കിഴക്കൻ മേഖലയിലാണ് അതിന് ഏറ്റവും കൂടുതൽ സീറ്റ് വർധനയുണ്ടാവാൻ പോകുന്നത്, അതായത് ബംഗാളിലും ആസാമിലുമൊക്കെ. അപ്പോൾ BJPയുടെ ശക്തി കേന്ദ്രമായ വടക്കും പടിഞ്ഞാറും ഉള്ള സംസ്ഥാനങ്ങളിൽ ഒരു പക്ഷേ 10-50 സീറ്റ് കുറഞ്ഞാലും ഈ തെക്കും കിഴക്കും ഉള്ള സീറ്റുകളുടെ വർധന കൊണ്ട് അത് പരിഹരിക്കും. അങ്ങനെ അവർ അധികാരത്തിൽ വരും എന്നാണ് പ്രശാന്ത് കിഷോർ. യോഗേന്ദ്ര യാദവും ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ മലയാളികൾ ശ്രദ്ധിക്കേണ്ടതാണ്. കേരളത്തിൽ അല്ലെങ്കിൽ പുതുച്ചേരിയിലും തമിഴ്നാട്ടിലും ഒരു പക്ഷേ BJPക്ക് 1, 2 സീറ്റ് ലഭിച്ചുകൂടായികയില്ല എന്നാണ്. പക്ഷേ തെക്കേ ഇന്ത്യയിൽ പൊതുവെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും യാതൊരു പ്രതീക്ഷയും BJPക്കില്ല. കർണാടകത്തിൽ വലിയ ഇടിവാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത്. പിന്നെ മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഹരിയാന എന്നിവിടങ്ങളിലൊക്കെ വലിയ തിരിച്ചടി. അങ്ങനെയാണ് യോഗേന്ദ്ര യാദവിൻ്റെ പ്രവചനം. ഇന്ന് ഇന്ത്യ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് ഈ 2 പ്രവചന വിദഗ്ധരുടെയും കണക്കുകളിലാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതിന് മറ്റൊരു വശം, മറ്റ് പല വിദഗ്ധരും പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രവചനം ജ്യോതിഷ പ്രവചനം പോലെയാണ്. ശരിയാവാം, തെറ്റാവാം. നമ്മൾ 10,000-കണക്കിന് പേരുടെ ജ്യോതിഷപരമായിട്ടുള്ള പ്രവചനം നടത്തുമ്പോൾ അതിൽ ഏതാനും പേരുടെ എന്തായാലും ശരിയാവും, 100% തെറ്റിപ്പോകാറുണ്ട്. അതാരും ചർച്ച ചെയ്യാറില്ല, ശരിയാവുന്നത് മാത്രം ചർച്ച ചെയ്യും. അപ്പോൾ അതിന് ശാസ്ത്രീയമായ യാതൊരു അടിത്തറയുമില്ല. അതുപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവചനവും എന്ന് കരുതുന്ന ചില വിദഗ്ധരുമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രവചനം ചില കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ജ്യോതിഷികളും ഏതാണ്ട് അങ്ങനെയാണെന്നാണ് അവരെ അനുകൂലിക്കുന്നവരുടെ പക്ഷം. എന്തായാലും ഇന്ന് വാർത്തകൾക്ക് വേണ്ടി പരക്കം പായുന്ന മാധ്യമങ്ങൾക്ക് ഏറ്റവും അധികം താല്പര്യവും അതിന് സാമ്പത്തിക സാധ്യതയും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിന് വലിയ പ്രാധാന്യം ലഭിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ മുന്നോടിയായി ഇന്ന് ഒരു പക്ഷേ നമ്മളെല്ലാം കണക്ക് കൂട്ടിയിരിക്കുന്നത്, കാത്തിരിക്കുന്നതും ഈ പ്രവചനമാവുന്നതിൻ്റെ കാരണം ഒരു പക്ഷേ മാധ്യമങ്ങളിലൂടെ ഇതിന് കിട്ടുന്ന വലിയ കവറേജ് ആവാം, അല്ലെങ്കിൽ അതിന് മാധ്യമങ്ങൾ നൽകുന്ന പ്രാധാന്യമാകാം. എന്തായാലും ദൈർഘ്യമേറിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടുന്നതും അതുകൊണ്ട് തന്നെ
ആ ശ്രദ്ധ മാധ്യമങ്ങളിലൂടെ പരസ്യങ്ങൾക്ക് വഴിവെക്കുന്നതും ആയ ഒന്നായി മാറാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്.